ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഏറ്റവും പുതിയ പി എസ് സിയുടെ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് അല്ലെ. ഏറ്റവും പുതിയ പി എസ് സിയുടെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പി എസ് സി തീരുമാനമായിട്ടുണ്ട് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പി എസ് സിയുടെ ഔദ്യോഗിക അറിയിപ്പാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഇതാ താഴെ പറയുന്ന തസ്തികയിലേക്ക് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് പി എസ് സി ഇന്നലെ ചേർന്ന ആ ഒരു മീറ്റിംഗിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നോക്കുക. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 454/2025. 2. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 269/2025. മൂന്നാമത് നോക്കുക. കേരള പോലീസ് സർവീസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID കാറ്റഗറി നമ്പർ 017/2025. നാലാമത് നോക്കുക നിങ്ങൾ. കേരള നാഷണൽ സേവിംഗ് സർവീസസ് വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ്സ് കാറ്റഗറി നമ്പർ 698/2025 699/2025 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും. 5. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഇലക്ട്രിസിറ്റി വിംഗ് ആണ്. തൃശൂർ കോർപ്പറേഷൻ ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ കാറ്റഗറി നമ്പർ 575/2025. അടുത്തത് ആറാമത്തേലേക്ക് വരുമ്പോൾ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് വകുപ്പിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 കാറ്റഗറി നമ്പർ 451/2025 453/2025 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും. ഏഴാമത്തത് എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ആണ് ട്രെയിനി ആയിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 187/2025 188/2025 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും. എട്ടാമത്തത് കേരള പോലീസ് സർവീസിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കാറ്റഗറി നമ്പർ 448/2025 450/2025 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും. 9. ആംഡ് പോലീസ് ബറ്റാലിയനിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കാറ്റഗറി നമ്പർ 446/2025 447/2025 നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും. പത്താമത്തത് കേരള പോലീസ് സർവീസസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി ആണ്. കാറ്റഗറി നമ്പർ 221/2025 പട്ടികവർഗം. പിന്നെ 11ാമത്തെ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ക്ലർക്ക് ഗ്രേഡ് 1 അല്ലെങ്കിൽ ടൈം കീപ്പർ ഗ്രേഡ് 2 സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് കാറ്റഗറി നമ്പർ 382/2025 383/2025. 12. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ സൂപ്പർവൈസർ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കാറ്റഗറി നമ്പർ 463/2025. ഇങ്ങനെ ഈ 12ഓളം തസ്തികകളിലേക്ക് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനിച്ചിരിക്കുന്നു. അതായത് വരും ദിവസങ്ങളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ ഡിഗ്രി ലെവൽ റിസൾട്ട് ഇതാ വരാൻ വേണ്ടി പോകുന്നു എന്ന ഏറ്റവും പുതിയ കാര്യമാണ് പി എസ് സി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ റിസൾട്ട് പി എസ് സി പ്രസിദ്ധീകരിക്കുകയാണ്. കാരണം നമുക്കറിയാം മെയിൻസിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അടക്കമുള്ള പരീക്ഷകളുടെ ഡേറ്റ് വന്നിട്ടുണ്ട്, തീയതി വന്നിട്ടുണ്ട്, പരീക്ഷാ തീയതികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരീക്ഷാ തീയതികൾ കൃത്യമായി വരുന്ന മുറയ്ക്ക് ഈ മാസം ആദ്യം തന്നെ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ നമുക്ക് ഈ ഒരു റിസൾട്ട് കൂടി പ്രതീക്ഷിക്കാം. ഇപ്പൊ ഇത് വെച്ചിട്ട് വേണം നമുക്ക് മെയിൻസ് എക്സാം എഴുതാൻ യോഗ്യതയായ ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാൻ. അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. കൃത്യമായ രീതിയിൽ നിങ്ങൾക്കൊരു 40 അല്ലെങ്കിൽ 45 മാർക്കിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. മെയിൻസ് നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. അപ്പോ പഠിച്ചു തുടങ്ങുക. അർഹതാ പട്ടിക ഇതാ ഈ ആഴ്ച തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. കൃത്യമായും ആ ഒരു തയ്യാറെടുപ്പ് നിങ്ങൾ ആരംഭിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യമാണ് കൃത്യമായ രീതിയിൽ നോട്ട് ചെയ്യുക. ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നു, മെയിൻസിന് പഠിച്ചു തുടങ്ങുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഉണ്ട്. അത് തൊട്ടു പിന്നാലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.